ഹായ് എവരി വൺ. +2 അക്കൗണ്ടൻസിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്ന ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ നമുക്ക് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, 2 ചാപ്റ്ററിലും ചെയ്യാനുണ്ട്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ചാണ് നമുക്ക് ഈ വർഷവും, അതായത് ഹാഫ് ഇയർലി എക്സാമിനും പബ്ലിക് എക്സാമിനും ഇതേപോലെയുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ഐറ്റംസ് ബാലൻസ് ഷീറ്റ് പ്രൊവൈഡഡ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 4000 തന്നിട്ടുണ്ട്. ലയബിലിറ്റി ഭാഗത്ത് സൺട്രി ക്രെഡിറ്റേഴ്സ് 10,000, ജനറൽ റിസർവ് 6,000, ക്യാപിറ്റൽ ലീന ജ്യോതിൻ്റെ 2 പേരുടെയും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 1,50,000 ആൻഡ് 1,30,000. ആൻഡ് ഓൺ ദി അസറ്റ് സൈഡ് ക്യാഷ് ഉണ്ട് 20,000, ഫർണിച്ചർ 25,000 ഉണ്ട്, ഡെറ്റേഴ്സ് 30,000 ഉണ്ട്, സ്റ്റോക്ക് 15,000 ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000 വന്നിട്ടുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,70,000 വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ്, അതിൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ തന്നിട്ടുണ്ട്. രാജേഷ് ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഓൺ ദ ഡേറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ ദി ഫോളോയിങ് ടേംസ്. രാജേഷ് എന്നൊരു പുതിയ പാർട്ട്ണറിന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു നമ്മുടെ ബിസിനസ് ഫേമിലേക്ക്. ഒന്നാമത്തെ കണ്ടീഷൻ, രാജേഷ് വിൽ ബ്രിങ് 1 lakh ആസ് ക്യാപിറ്റൽ. 1/5 ഷെയറിന് വേണ്ടിയിട്ട് അദ്ദേഹം 1 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം. രണ്ടാമത്തെ പോയിന്റ്, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ടു ₹60. പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീസിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂ കൂടിയിട്ടുണ്ട്, വാല്യൂ മുകളിലേക്ക് പോയിട്ടുണ്ട്, 60,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ടു 60,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. എത്രയാണോ കൂടിയത് ആ കൂടിയ എമൗണ്ട് മാത്രം എടുത്താൽ മതി നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടിനകത്തേക്ക്. വേർ ദ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%. ഇവിടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ താഴേക്ക് വന്നിട്ടുണ്ട്, ബിൽഡിംഗ് 10% കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 170 ആണ്, ആ 1,70,000 10% കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് സ്റ്റോക്ക് ഈസ് റീവാല്യൂഡ് അറ്റ് ₹20,000. സ്റ്റോക്കിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ട്, 20,000 ആയിട്ടുണ്ട്. സോ സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ 15,000 ആണ്. സ്റ്റോക്കിൻ്റെ ബാലൻസ് ഷീറ്റിലെ വാല്യൂ എത്രയാണ്, 15,000 ആണ്. അത് 20,000 ആയി എന്ന് പറഞ്ഞാൽ 5,000 ഇൻക്രീസ് ആയിട്ടുണ്ട്, 5,000 കൂടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹2,500 ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മുടെ കയ്യിൽ പുതിയൊരു അസറ്റ് വന്നിരിക്കുന്നു. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഐറ്റം നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് എവിടെയും കാണിക്കുന്നില്ല, അസറ്റ് സൈഡിൽ എവിടെയും കാണിക്കുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു പുതിയൊരു അസറ്റ് നമുക്കിപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കണം. സോ 2,500 രൂപയുടെ ഒരു അൺറെക്കോർഡഡ് അസറ്റ് അവിടെ വന്നിട്ടുണ്ട്. അൺറെക്കോർഡഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പുതിയൊരു അസറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ റൂള് ഞാൻ പറയാം. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റുകളുടെ വാല്യൂ, അസറ്റ് കൂടിക്കഴിഞ്ഞാൽ, അസറ്റിൻ്റെ വാല്യൂ ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ടേക്കൺ ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി റീവാലുവേഷൻ അക്കൗണ്ട്. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. അസറ്റ് കൂടി ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യാം. ലയബിലിറ്റി കുറഞ്ഞു ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ലയബിലിറ്റി കുറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യാം. അൺറെക്കോർഡഡ് അസറ്റ് വന്നു, പുതിയൊരു അസറ്റ് നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വന്നു, നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. സോ ഈ 3 കാര്യങ്ങൾ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ഡെബിറ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ, ബിസിനസ്സിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അസറ്റ് കുറയുന്നു, അസറ്റിൻ്റെ വാല്യൂ എന്താവുന്നു, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു, നെഗറ്റീവാണ് നമ്മളെ സംബന്ധിച്ച് അല്ലേ, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു, അത് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ലയബിലിറ്റി കൂടുന്നു, ബാധ്യത വർദ്ധിക്കുന്നു, ലയബിലിറ്റി കൂടുന്നു, അത് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ദെൻ അൺറെക്കോർഡഡ് ലയബിലിറ്റി, അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടാവുന്നു, പുതിയൊരു ലയബിലിറ്റി ഉണ്ടാവുന്നു നമ്മുടെ അക്കൗണ്ടിൽ നേരത്തെ ഇല്ലാത്ത, അത് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക നെഗറ്റീവ് ആയതുകൊണ്ട്. ദെൻ മറ്റൊരായിട്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എടുക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആണ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ്. ഡെറ്റേഴ്സിൻ്റെ വാല്യൂവിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. സോ നിങ്ങൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റും ഡെബിറ്റ് ഭാഗത്ത് എടുക്കണം. ഇതാണ് ഇതിൻ്റെ ബേസിക് റൂള്. നമ്മൾ ഈ റൂള് വെച്ചിട്ട് നമ്മുടെ ചോദ്യത്തിനകത്തുള്ള ഐറ്റങ്ങളെ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ ഐറ്റം പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീസിയേറ്റഡ് 60,000 ആയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 60,000 ആയിട്ടുണ്ട്. നേരത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 40,000 ആയിരുന്നു. സോ ഡിഫറൻസ് ഈസ് ₹20,000. 20,000 രൂപ കൂടിയിട്ടുണ്ട്. സോ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്,
ക്രെഡിറ്റ് ഭാഗത്താണ്. ഞാനിവിടെ ഏതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000 റുപ്പീസ് 20,000 രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, കാരണം വാല്യൂ വർദ്ധിച്ചതാണ്. ഓക്കെ, അടുത്തായിട്ട് നോക്കാം, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് റെഡ്യൂസ്ഡ്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 1,70,000 ആണ് ടോട്ടൽ വാല്യൂ ഉള്ളത്. അതിൻ്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 10% കുറയുന്നു. ദാറ്റ് ഈസ് 17,000 ഉണ്ടാവും അല്ലേ. 1,70,000ൻ്റെ 10% 17,000 രൂപയുണ്ടാവും. നമ്മൾ ഈ 17,000 എവിടെയാണ് കാണിക്കേണ്ടത്? ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെബിറ്റ് ഭാഗത്താണ്. എന്തുകൊണ്ടാണ്? അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു അല്ലേ. സോ 17,000 ഞാനിവിടെ ഡെബിറ്റ് ഭാഗത്ത് കാണിച്ചു, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് കൊണ്ട്. ഓക്കെ, നെഗറ്റീവ് ഐറ്റമാണ്. ദെൻ അടുത്തത് വരുന്നത് സ്റ്റോക്ക് റീവാല്യൂഡ് 20. സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ 15,000 ആണ്, അത് 20,000 ആവുന്നു, വിച്ച് മീൻസ് 5,000 ഇൻക്രീസ് ആവുന്നു. അപ്പോൾ നമ്മളിവിടെ കാണിക്കുക ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. ദാറ്റ് ഈസ് സ്റ്റോക്ക് 5,000 റുപ്പീസ് ഇൻക്രീസ് ആണ് അല്ലേ, വർദ്ധിച്ചതാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് കാണിച്ചു, സ്റ്റോക്കിൻ്റെ വാല്യൂ 5,000 ക്രെഡിറ്റ് ഭാഗത്ത് കാണിച്ചു. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹2,500 ടേക്കൺ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പുതിയൊരു അസറ്റ് വന്നിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ പുതിയൊരു അസറ്റ് നമുക്ക് വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. അസറ്റ് വർദ്ധിക്കുന്ന ഐറ്റമാണ്. 2,500 രൂപ. ഇത് അൺറെക്കോർഡ് ആയിരുന്നു കേട്ടോ. അതാണിപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് 2,500. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്കിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്സ് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മാത്രം എടുത്താൽ മതി. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എടുക്കണം, അണ്ടർ റെക്കോർഡഡ് അസറ്റും അണ്ടർ റെക്കോർഡഡ് ലയബിലിറ്റിയും എടുക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുക, നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ വരുന്നത് ടോട്ടൽ വരുന്നത് എത്രയാണ്? 20,000, 25,000. സോ 27,500 വരുന്നത് അല്ലേ. 27,500 വരുന്നുണ്ട്, റൈറ്റ്. 27,500 രൂപ വരുന്നുണ്ട്. 27,500 രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ 17,000 മൈനസ് ചെയ്യുന്നു. സോ 27,500 7,000 പോയാൽ 20,500, 20,500 10 പോയാൽ 10,500. ദാറ്റ് വിൽ ബി 10,500 ആണ് നമ്മുടെ ആൻസർ വരിക. ദിസ് ഈസ് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് നമുക്ക് ഡെബിറ്റ് ഭാഗത്തു നിന്ന് കിട്ടുന്നത്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. സോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് 2 പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ആക്ച്വലി ദിസ് ഈസ് റീവാലുവേഷൻ പ്രോഫിറ്റ്. പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ആ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക, അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 പേരെന്ന് പറയുന്നത് ഇവിടെ ലീന ജ്യോതി, 2 പേര് ബാലൻസ് ഷീറ്റിനകത്ത് തന്നിട്ടില്ല. ലീന ജ്യോതി, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കിവിടെ തരാത്തത് കൊണ്ട് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ്. 5,250. സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ലീന ജ്യോതിയാണ് ഓൾഡ് പാർട്ട്നേഴ്സ്, അവർക്ക് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അഡ്മിഷൻ്റെ കേസിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, റിട്ടയർമെൻറ്റ് കേസ് ആണെങ്കിലോ എല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ ഡിവൈഡ് ചെയ്യണം, എല്ലാ ഓൾഡ് പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ വരുന്ന എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം.